കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ 1199 കർക്കിടക മാസം 26-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള, അതായത് 2024 ഓഗസ്റ്റ് 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള 7 ദിനങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ് മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരെ പറ്റിയും നാം സവിസ്തരം പ്രതിപാദിക്കുന്നത്. കർക്കിടകം 32 ഈ കർക്കിടക മാസത്തിലെ അവസാനത്തെ ദിനമാകുന്നു വെള്ളിയാഴ്ച. അത് സംക്രമ ദിനമാകുന്നു. അന്ന് രാത്രിയാകുന്നു ചിങ്ങമാസത്തിലേക്ക് ആദിത്യൻ സംക്രമിക്കുന്നത്. അതിനാൽ കർക്കിടകം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച, സംക്രമത്തിന് നാം ഒരു ശുഭകാര്യങ്ങളും നടത്താറില്ല. അതിനാൽ ഈ ഒരാഴ്ചക്കാലം മേടം മുതൽ മീനം രാശി വരെയുള്ള വ്യക്തികൾക്ക് കർക്കിടകം 32 എന്ന ദിവസത്തെ ഓഗസ്റ്റ് 16-ന് ഉപേക്ഷിക്കുക പൂർണ്ണമായും. സംക്രമ സമയത്ത് ജ്യോതിഷികൾ കവിടി നിരത്താറില്ല, യാത്ര ചെയ്യാറില്ല. പ്രായണ സംക്രമ ദിവസം പിറ്റേന്നാൾ നിങ്ങൾക്ക് പൊന്നിൻ ചിങ്ങമാകുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു തുലാം, വൃശ്ചികം, ധനു രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്രങ്ങളുടെ ഗണമാകുന്നു. ഇന്ന് തുലാം രാശിക്കാർക്ക് 5-ാം ഭാവത്തിൽ ശനി, 6-ൽ രാഹു, അഷ്ടമത്തിൽ ചൊവ്വ, വ്യാഴം, 10-ൽ ആദിത്യൻ, 11-ാം ഭാവത്തിൽ ബുധനും ശുക്രനും, 12-ാം ഭാവത്തിൽ ചന്ദ്രൻ കേതുവോടുകൂടി യോഗവും ചെയ്തു നിൽക്കുന്നു. വീട്ടിലെ ചില സംഘർഷങ്ങൾ തന്നെ മാനസികമായി ബാധിക്കുന്ന വാരമാകുന്നു തുലാം രാശിക്കാർക്ക്. പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ എന്നൊരു ഫലമുണ്ട്. അച്ഛനും അമ്മയെയും ചിന്തിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ വിഷാദം വരുന്ന ഒരു സമയമാകുന്നു. അതിനാൽ മാതാപിതാക്കളുടെ ആരോഗ്യ വിഷയത്തിന് വളരെയധികം പ്രാമുഖ്യം നൽകേണ്ടതുണ്ട് ഈ വാരത്തിൽ, പ്രത്യേകിച്ച് മാതാവിൻ്റെ ആരോഗ്യം. പലപ്പോഴും ദാമ്പത്യവും ഭാര്യാസുഖവും മാതാപിതാക്കളുമായി കണക്ട് ചെയ്തു വരുന്ന ഒരു സ്ഥിതി സംജാതമാകുന്ന വാരമാകുന്നു ഇത്. അതിനാൽ പലപ്പോഴും ഭാര്യയെ അനുനയിപ്പിക്കേണ്ടി വരും. ചില ക്ലേശങ്ങളൊക്കെ ഭാര്യ വലിയ രീതിയിൽ അതിനെ പർവ്വതീകരിച്ച് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്ന വാരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. കാരണം തുലാം രാശിക്കാർക്ക് വിവാഹം, ദാമ്പത്യം ചിന്തിക്കേണ്ടുന്ന ചൊവ്വ വളരെ ദുർബലമായി അഷ്ടമഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ചൊവ്വ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഗസ്റ്റ് മാസം 26-ാം തീയതി 9-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. അതുവരെ ദാമ്പത്യ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു തുലാം രാശിക്കാർ. ജാഗ്രത കുറവ് വന്നാൽ പലപ്പോഴും താനൊരു ത്രിശങ്കു സ്വർഗത്തിലാകും. ഒരു ഭാഗത്ത് മാതാപിതാക്കളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, മറുഭാഗത്ത് ഭാര്യയുമായി സംബന്ധിക്കുന്ന വിഷയങ്ങൾ. ഇത് കൂട്ടിക്കുഴക്കാതെ ഈ ഒരു വാരം നന്നായി മുന്നോട്ട് പോവുക. കർമ്മമേഖലയിൽ ധാരാളം ശത്രുക്കൾ വരുന്നു തുലാം രാശിക്കാർക്ക്. കാരണം കർമാധിപനായ ചന്ദ്രൻ 12-ാം ഭാവത്തിൽ കേതുവോടുകൂടെ നിൽക്കുന്നു. അതിനാൽ കർമ്മത്തിൽ ശത്രുക്കൾ ധാരാളം ഉണ്ടാകും. പലർക്കും തങ്ങളുടെ ഓഫീസുകളിൽ പാരകളായി വരുന്നത് അന്യ മതത്തിൽപ്പെട്ട ആളുകളായിരിക്കാം. അതിനാൽ കർമ്മമേഖലകളിലുള്ള ചെറിയ ചെറിയ പോരായ്മകൾ പോലും ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട് ഈ വാരത്തിൽ. പൂർവികമായ സ്വത്ത് കാര്യത്തിലൊക്കെ പല തീരുമാനങ്ങൾ ഉണ്ടാകാം. ഇവിടെ തുലാം രാശിയുടെ അധിപനായ ശുക്രൻ 9-ാം ഭാവാധിപനായ ബുധനോടുകൂടെ യോഗം ചെയ്തു നിൽക്കുന്നു. പൈതൃകമായ സുഖഭോഗങ്ങൾ അനുഭവിക്കേണ്ടുന്ന സമയമാകുന്നു. അതേ രീതിയിൽ പലപ്പോഴും പ്രായമുള്ള ദമ്പതികൾക്ക് തങ്ങളുടെ മക്കൾക്ക് കുഞ്ഞിക്കാലുകൾ കാണുവാനുള്ള ഒരു അസുലഭമായ സമയവും ഈ വാരം പ്രദാനം ചെയ്യുന്നു. നല്ല ന്യൂസുകൾ കേൾക്കുന്നു. സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ പ്രായമുള്ള മുതിർന്ന മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ, മാതാപിതാക്കൾക്കൊക്കെ ഒരു അനുകൂലമായ വാരമാകുന്നു ഇത്. 5-ലെ ശനി പഠന വിഷയത്തിൽ കുട്ടികൾക്ക് വളരെയധികം
യാത്രകളും അല്ലെങ്കിൽ ഉപരിപഠനവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു പൂർണ്ണതയും കൈവരുന്ന സമയമാണ്. പലപ്പോഴും യാത്ര കഴിഞ്ഞ് വരുന്ന മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്ന മറ്റ് ഉത്കർഷങ്ങളായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി തറവാട്ടിൽ, തൻ്റെ വീട്ടിൽ തനിക്കൊരു പ്രാമാണിത്വം കൈവരുന്ന വാരവുമാകുന്നു. ശാരീരികമായി ശ്രദ്ധിക്കണം. ഈ സമയത്തുണ്ടാകുന്ന വൈറൽ ഫീവേഴ്സ് വളരെയധികം ശ്രദ്ധിക്കണം. സാംക്രമിക രോഗങ്ങൾ, അത് ജലത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ എലിപ്പനിയാകാം, അല്ലെങ്കിൽ തക്കാളിപ്പനി, ഡെങ്കിപ്പനിയൊക്കെ ആകാം. ശരീരത്തിൻ്റെ ക്ഷമത കുറയുന്ന വാരമാണ്. അപ്പോൾ പലപ്പോഴും രക്തത്തിൻ്റെ കൗണ്ട് കുറയുക, പ്ലേറ്റ്ലെറ്റ് നമ്പർ കുറയുക, ഇതൊക്കെ ശ്രദ്ധിക്കണം. നന്നായി പച്ച പപ്പായ പാലോടുകൂടി കഴിച്ചാൽ വളരെയധികം പ്ലേറ്റ്ലെറ്റ് വർദ്ധിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ വളരെയധികം രോഗങ്ങൾക്ക് പ്രതിരോധശേഷി നൽകുന്നു നമ്മുടെ പനസഫലം എന്ന ചക്കയും. ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാം. നമ്മുടെ തൊടിയിൽ എവിടെ നട്ടാലും ഈ മഴക്കാലത്ത് പപ്പായ ധാരാളം ഉണ്ടാകുന്നു. 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ഫലമുണ്ടാകുന്നു. ഹെൽത്തിനെ പൂർണ്ണമായും പരിരക്ഷിക്കുവാൻ കഴിയുന്നു. സഹോദര ഗുണം കുറയുന്നതാണ്. സാഹോദര്യ ബന്ധത്തിനെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഓഗസ്റ്റ് 27 വരെയുള്ള സമയം. 10ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ തനിക്ക് കർമ്മമേഖലയിൽ കുറച്ചുകൂടി പ്രാമാണിത്വം വരും. പക്ഷേ ജോലി മാറ്റം ആഗസ്റ്റ് 25 ശേഷമായിരിക്കും കൂടുതൽ അനുകൂലമാവുക തുലാൻ രാശിക്കാർക്ക്. ജോലി നഷ്ടപ്പെടാതെ നോക്കണം. ഈ സമയത്ത് പെട്ടെന്ന് എടുത്തു ചാടി ജോലി വേണ്ട എന്ന് ചിന്തിച്ചാൽ യു വിൽ ബിക്കം ജോബ്ലെസ് ആൻഡ് യു ആർ അറ്റ് ഹോം. അങ്ങനെ മാനസികമായ സംഘർഷങ്ങൾ വരുന്നതിനേക്കാളും നല്ലതാണ് ആർജിതാനാംതു രക്ഷണേ, തൻ്റെ കൈവശമുള്ള ജോലിയെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുക എന്ന ദൗത്യം. ശത്രുദോഷ പരിഹാരമായി നിർബന്ധമായും ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ മുട്ടറക്കണം. മാതാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അമ്മയ്ക്കായി സമർപ്പിക്കണം ക്ഷേത്രത്തിൽ. തനിക്കൊരു കർമ്മമുട്ടുമാകാം. ശത്രുദോഷം, കർമ്മദോഷം ഒക്കെ മാറിക്കിട്ടാൻ. ഇവിടെ തുലാൻ രാശിക്കാർക്ക് അനുകൂലമായ ദിനങ്ങളാകുന്നു 10ാം തീയതി ശനിയാഴ്ച വരുന്ന ഉത്രം നക്ഷത്രം. പക്ഷേ ധനപരമായ ഇടപാടുകൾക്ക് അനുകൂലമല്ല. 11ാം തീയതി ഞായറാഴ്ച കാലത്ത് 7:20 മുതൽ 10:20 വരെയുള്ള ചോതി നക്ഷത്രം ഏറ്റവും അനുകൂലമാകുന്നു തുലാം രാശിക്കാർക്ക്. 17ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം കാലത്ത് 10 മുതൽ 12 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. 15ാം തീയതി വ്യാഴാഴ്ച 3 മണിക്ക് ശേഷം വരുന്ന വെളുത്തപക്ഷത്തിലെ മൂലം നക്ഷത്രം വളരെ ഗുണമാണ്. 16ാം തീയതി അതായത് കർക്കിടകം 32ാം തീയതി ഒരു ശുഭകാര്യങ്ങളും തുലാൻ രാശിക്കാർ ചെയ്യരുത്. കാരണം അന്ന് സംക്രമമാണ്. സംക്രമത്തിന് നാം ഒരു കർമ്മങ്ങളും അനുഷ്ഠിക്കാറില്ല. എല്ലാ തുലാൻ രാശിക്കാർക്കും ചെറിയ ചെറിയ ദോഷങ്ങൾക്കുള്ള പരിഹാരം ഡോക്ടർ മാരാർജി നിർദ്ദേശിച്ചു. ശ്രദ്ധാപൂർവം കാര്യങ്ങൾ നീക്കുക. വാഹനാപകടം, 2 വീലർ സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പകൽ സമയത്തെങ്കിലും വളരെ ജാഗ്രത പാലിച്ച് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുക. വാഹനാപകടം കാണുന്നുണ്ട്. അതിനാൽ ആ വിഷയവും കൂടെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നന്നായി മുന്നോട്ട് നീങ്ങുക. എല്ലാ പ്രിയപ്പെട്ട തുലാൻ രാശിക്കാർക്കും ശോഭനമായ വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി വൃശ്ചികൻ രാശി. വൃശ്ചികം രാശി എന്നാൽ നിങ്ങൾക്കിന്ന് സുപരിചിതമാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്രങ്ങളുടെ സമൂഹമാകുന്നു വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് പ്രായണ ഇന്ന് 4-ൽ ശനി, 5-ൽ രാഹു, 7ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം, 9ാം ഭാവത്തിൽ ആദിത്യൻ, 10ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, 11ാം ഭാവത്തിൽ ചന്ദ്രൻ കേതുവോടുകൂടെ സ്ഥിതി ചെയ്യുന്നു. പ്രായണ വൃശ്ചികൻ രാശിക്കാർക്ക് 9ാം ഭാവത്തിലെ ആദിത്യൻ കർമ്മമേഖലയിൽ നല്ല പ്രാധാന്യം വരും. യാത്രക്ക് സാധ്യതകളൊക്കെ കൂടുതൽ കാണുന്നു. അതിനപ്പുറം ഓഗസ്റ്റ് 17ാം തീയതി ചിങ്ങമാസം വരുന്നത് വൃശ്ചികം രാശിക്കാർക്ക് അങ്ങേയറ്റം ശുഭകരമായിരിക്കും ആ ഒരു മാസം. കാരണം വൃശ്ചികൻ രാശിയുടെ കർമാധിപനായ ആദിത്യൻ ബലവാനായി കർമ്മസ്ഥാനത്ത് വരുന്നു. ദണ്ഡനാഥൗ കുജാർക്കോ, തൻ്റെ കൈകളിൽ ഒരു വടി പിടിക്കുവാനുള്ള അധികാരമെന്ന സിംഹാസനത്തെ പ്രാപിക്കുവാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുന്ന മാസമാകുന്നു ഇത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. കർമ്മസ്ഥാനത്ത് 10ാം ഭാവത്തിൽ ബുധശുക്രന്മാർ വാഗ്മീഭൂ ഗണവഹ, നല്ല വാഗ്മിത്വവും ലീഡർഷിപ്പും തരുന്നു. പലപ്പോഴും വക്കീലന്മാർക്ക്, മജിസ്ട്രേറ്റുമാർക്ക്, ജഡ്ജസിനൊക്കെ ഏറ്റവും നല്ല
ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ ലഭിക്കുക, ഒരുപക്ഷെ പെൻഷനായവർക്ക് വീണ്ടും പൂർവ്വകാല ആനുകൂല്യങ്ങളോടുകൂടി മറ്റൊരു ജോലി ലഭിക്കുക, പല സിറ്റിങ്സും ലഭിക്കുക, പല കമ്മീഷൻസിൻ്റെയും അധികാരസ്ഥാനത്തിരിക്കുക, ഇതൊക്കെ ഏർപ്പെടുത്തുവാനുള്ള ഉപായങ്ങൾ വൃശ്ചികം രാശിക്കാർ ഇപ്പോഴേ നീക്കിയാൽ ആ ഒരു മാസം വളരെ അനുകൂലമായിരിക്കും. ഗെറ്റിംഗ് ദ ബ്ലെസ്സിങ്സ് ഫ്രം ദ അതോറിറ്റി. അതേ രീതിയിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട, ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ട, കർഷക ബാങ്കുമായി ബന്ധപ്പെട്ട, നബാർഡ് പോലെയുള്ള പല സ്ഥലത്തും പലർക്കും ജോലി ലഭിക്കുവാനൊക്കെ ഈ സമയം വളരെ അനുകൂലമാണ്. ഈ ഒരു വാരം അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കണം. സഹോദര ഗുണം കുറയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സന്താന സൗഭാഗ്യത്തിന് ഏറ്റവും അനുകൂലമായ വാരമാകുന്നു ഇത്. അതിനാൽ സന്തതികൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ചികിത്സക്ക് പോകാം, നല്ല ഒരു ഡോക്ടറെ തേടിച്ചെല്ലാം. അതിലൂടെ സന്താന സൗഭാഗ്യം. ഖ്യാതോ ഭാവഗുണാന്വിതേ ഭവഗതേ. ഖ്യാതഃ, നല്ല പ്രശസ്തി ഉണ്ടാകുന്നു, തൻ്റെ ഗുണങ്ങളാൽ അംഗീകരിക്കപ്പെടുന്നു. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: വ്രജേത് ഭൂമിപാത് ഇന്ദുനാ ലാഭകേന പ്രതിഷ്ഠ അധികാര അംബരാണിക്രമേണ ശ്രിയോദ സ്ത്രീയ അന്തഃപുരേ വിശ്രമസ്ഥാഹ ക്രിയാവൈകൃതി കന്യക വസ്തുലാഭ. അന്തഃപുരത്തിൽ സ്ത്രീകൾ വിശ്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിവാഹ തീരുമാനങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. അതേ രീതിയിൽ ചന്ദ്രൻ സന്താന വിഷയത്തിലേക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹമാണ്. ആ ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ ബലവാനാണ്. 5ാം ഭാവത്തിലേക്ക് നോക്കുന്നു. 5ാം ഭാവാധിപൻ ബലവാനായി ലഗ്നാധിപനോടുകൂടി 7ാം ഭാവത്തിൽ നിൽക്കുന്നു. ഒരു വലിയ സൈക്കിളാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇവിടെ വൃശ്ചികം രാശിക്കാർക്ക്. എനിക്ക് തോന്നുന്നു വൃശ്ചികൻ രാശി ചിങ്ങമാസം മുതൽ വളരെയധികം ഗുണങ്ങൾ വൃശ്ചികൻ രാശിക്കാർക്ക് ഉണ്ടാകുമെന്നാണ്. ഞാനും വൃശ്ചിക രാശിയാണ്. ഞാൻ 4 മാസം കൊണ്ട് 605 വീഡിയോ ഇന്നലെ പൂർത്തിയാക്കി. ഈ വൃശ്ചിക മാസത്തിൽ എൻ്റെ ലക്ഷ്യം ഒരു ദിവസം ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകളിലായി 10 വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്നാണ്. 300 വീഡിയോ ഒരു മാസം അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വർഷം 3000 വീഡിയോ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വളരെയധികം എന്നോട് സഹകരിക്കുന്നു. 9 ലക്ഷത്തിൽ പരം വ്യൂവേഴ്സായി കഴിഞ്ഞു നമുക്ക് 120 ദിവസം കൊണ്ട്. അതിനപ്പുറം 8000 സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞു ഡോക്ടർ മാരാർജി എന്ന ചാനലിൽ. നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ. അതിനാൽ വൃശ്ചികൻ രാശിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല. പൂർവികമായ സ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകാം, ഭൂമി, കൺസ്ട്രക്ഷൻ, ഈവൻ ലാൻഡ് ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെ കാർഷികമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാനൊക്കെ വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. മെഡിക്കൽ സെക്ടറിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ ഗവേഷകർക്ക്, അല്ലെങ്കിൽ ഉപരിപഠനത്തിന് പോകുന്നവർക്ക് സർക്കാർ സംവിധാനങ്ങൾ, ലോൺ ഒക്കെ അനുകൂലമായി ലഭിക്കുന്ന വാരമാകുന്നു. അതിനുവേണ്ടി ശ്രമിക്കണം നിങ്ങൾ. ഇനി വളരെ അനുകൂലമായ ദിനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 10-ാം തീയതി ശനിയാഴ്ച നല്ല ദിവസമാണ്, ചിത്ര നക്ഷത്രമാണ്. പക്ഷേ വാങ്ങാനും കൊടുക്കാനും പറ്റില്ല. 11-ാം തീയതി ഞായറാഴ്ച 7:20 മുതൽ 10:20 വരെയുള്ള ചോദ്യ നക്ഷത്രം വളരെ അനുകൂലമാകുന്നു വൃശ്ചികൻ രാശിക്കാർ. എല്ലാ ശുഭകാര്യങ്ങളും ചെയ്യാം. 14-ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം കാലത്ത് 10:15 മുതൽ 12 മണി വരെ വളരെ അനുകൂലമാണ്. അതേ രീതിയിൽ 15-ാം തീയതി വ്യാഴാഴ്ച മൂലം നക്ഷത്രം വളരെ ഗുണമാണ്, 3 മണിക്ക് ശേഷമുള്ള സമയം. 16-ാം തീയതി വെള്ളിയാഴ്ച അന്ന് സംക്രമമാണ്, നാം ഒരു ശുഭകാര്യങ്ങളും ചെയ്യുകയില്ല. അതിന് പുറമെ അന്ന് പൂരാടം നക്ഷത്രവുമാണ്. കാലത്ത് ചെറിയൊരു സമയം മാത്രമേ മൂലം നക്ഷത്രമുള്ളൂ. ഈ വാരം ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണമാണ്. പ്രത്യേകിച്ച് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ധാരാകൂളമാല ചെയ്യുക, അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക, രോഗികളായ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുടെ പേരിലും ചെയ്യുക. മറ്റെല്ലാ സൗഭാഗ്യങ്ങളും വൃശ്ചികൻ രാശിക്കാർക്ക് ഈ വാരം നേരുന്നു. അടുത്തതായി പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിയാണ്. മൂലം നക്ഷത്രം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. ഇന്ന് ധനുരാശിക്കാർക്ക് പ്രായേണ ഈ വാരം 3-ൽ ശനി, 4-ൽ രാഹു, 6-ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം, അഷ്ടമത്തിൽ സൂര്യൻ, 9-ാം ഭാവത്തിൽ ബുധനും ശുക്രനും, മാന്തിയും 10-ാം ഭാവത്തിൽ ചന്ദ്രനും കേതുവും. ഭാഗ്യാധിപനായ സൂര്യൻ അഷ്ടമഭാവത്തിൽ 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഒരു വാരക്കാലം കർക്കിടക മാസം 32 വരെ, അതായത് ആഗസ്റ്റ് മാസം 16-ാം തീയതി വരെ. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക, പൂർവികമായ ധർമ്മദൈവങ്ങളുടെ അപ്രിയം വരിക, അതേ രീതിയിൽ അനാവശ്യമായ കേസ്, സ്വത്ത് വിവാദങ്ങളിൽ പോയി
എടുത്തു ചാടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ബഹുജനങ്ങളുമായും പോലീസുമായും തർക്കിക്കുക, കോടതി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടുന്ന ഭാരമായതുകൊണ്ട് വളരെയധികം ആത്മനിയന്ത്രണം പാലിക്കണം. ശാരീരികമായി ഉദരസംബന്ധമായ രോഗങ്ങൾ, പൈൽസുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, നേത്രരോഗങ്ങളുടെയും സമയമാണ്, ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ലഗ്നാധിപനായ വ്യാഴം ധനുരാശിക്കാർക്ക് 6ാം ഭാവത്തിൽ ഉപജയരാശിയിൽ നിൽക്കുന്നു. അവിടെ ചൊവ്വയോടുകൂടി നിൽക്കുന്നതുകൊണ്ട് പ്രായണ വ്യാഴത്തിന് കുറച്ചുകൂടി ബലമുണ്ട്. 3ലെ ശനി സഹോദര ഗുണത്തെ പ്രദാനം ചെയ്യുന്നു. 9ാം ഭാവത്തിലെ ബുധശുക്രന്മാർ പലപ്പോഴും ദാമ്പത്യ വിഷയത്തിൽ ദാമ്പത്യത്തിനേക്കാളും ഈ സമയത്ത് മാനസികമായ ഉല്ലാസങ്ങൾക്കായി ക്ഷേത്ര ദർശനം, അതേ രീതിയിൽ മെഡിറ്റേഷനുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, അതിലൂടെ ധാരാളം സൗഭാഗ്യങ്ങൾ സ്പിരിച്വലി മാനസികമായി ലഭിക്കുന്ന വാരമാകുന്നു. ശാരീരിക വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 10ാം ഭാവത്തിലെ ചന്ദ്രൻ കേതുവോടുകൂടെ നിൽക്കുന്നു. നിഷ്പത്യം സമുപൈതി ധർമ്മധനദീഹി ശൗര്യയുധ കർമ്മകേ. അപ്പോൾ നിഷ്പത്യം പലതിനെയും നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ധാർമ്മികത, ധനം, ഇതൊക്കെ ലഭിക്കുന്നു 10ലെ വെളുത്തപക്ഷത്തിലെ ചന്ദ്രന്. ആ ചന്ദ്രൻ അനഭായോഗ കർത്താവാകുന്നു. ബുധനും ശുക്രനും അവിചാരിതമായ ചില ധനലാഭങ്ങളൊക്കെ വരാം, പ്രഭുത്വം വരാം, വിഷയസുഖ സുവേഷ, വിഷയസുഖങ്ങൾ ലഭിക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് ശുക്രനാണ്. അവിചാരിതമായി സ്ത്രീ സൗഹൃദങ്ങളൊക്കെ ലഭിക്കാവുന്ന സമയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ലോട്ടറിയിലൊക്കെയുമായി ബന്ധപ്പെടുന്ന ചില തീരുമാനങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ അതിനനുകൂലമായ ഒരു സമയം ചിങ്ങമാസം 1-ാം തീയതി ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ ധനുരാശിക്കാർക്ക് ലഭിക്കുന്ന വാരമാകുന്നു. ഈ വാരം ധനുരാശിക്കാർ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും ആദിത്യ ഹൃദയ മന്ത്രവുമാണ്. ശിവക്ഷേത്ര ദർശനം ഒരാഴ്ചക്കാലം മുടങ്ങാതെ നടത്തുക. നിങ്ങൾക്ക് അനുകൂലമായ ദിനങ്ങൾ ഇവിടെ 10-ാം തീയതി ശനിയാഴ്ച ചിത്രനക്ഷത്രം വളരെ നല്ലതാണ്. സാമ്പത്തിക ഇടപെടലുകൾ വേണ്ട. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം 11-ാം തീയതി ഞായറാഴ്ച ചോതി നക്ഷത്രം കാലത്ത് 7:20 മുതൽ 10:20 വരെ വളരെ ഗുണമാകുന്നു ധനുരാശിക്കാർക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട ദിനം 14-ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രവും ഗുണമാകുന്നു. 10:15 മുതൽ 12 മണി വരെയുള്ള സമയം. അതേ രീതിയിൽ 15-ാം തീയതി വ്യാഴാഴ്ച മൂലം നക്ഷത്രം വെളുത്തപക്ഷത്തിലെ നല്ല തിഥിയാണ്. 3 മണിക്ക് ശേഷം ശുഭകാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷേ മൂലം നക്ഷത്രം തങ്ങളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല. ജന്മനക്ഷത്രം യാത്രകൾക്കോ മറ്റ് തീരുമാനങ്ങൾക്കോ നാം സ്വീകരിക്കാറില്ല. പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് അനുകൂലമാകുന്നു ആ ദിവസം. വെള്ളിയാഴ്ച സംക്രമമാണ് 16-ാം തീയതി. ഒരു ശുഭകാര്യങ്ങളും നാം അനുഷ്ഠിക്കാറില്ല. എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ഈ വാരം വളരെ ശോഭയാർന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിഹാരങ്ങൾ ചെയ്യുക. നന്ദി, നമസ്കാരം.